പത്തനംതിട്ടയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി തോമസ് ഐസക്കിന്റെ മണ്ഡല പര്യടനം തുടരുന്നു. പര്യടനത്തിന്റെ 7ാം ദിവസമായ ഇന്ന് അടൂർ നിയോജക മണ്ഡലത്തിലാണ് ഐസക്കിന്റെ പര്യടനം. സുജൂട്ടി ബാബു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പത്തനംതിട്ടയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഡോക്ടർ ടി.എം. തോമസ് ഐസക്കിന്റെ മണ്ഡല പര്യടനത്തിന്റെ 7ാം ദിവസമാണ്. ഇന്നിപ്പോൾ അടൂരാണുള്ളത്. വലിയൊരു ആവേശമാണ് അടൂരിൽ നൽകുന്നത്. വലിയ ആവേശമാണ്. നൂറുകണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന സ്വീകരണങ്ങളാണ്. കൊടുമണ്ണ് കഴിഞ്ഞു ഇപ്പോൾ പന്തളം തെക്കേക്കരയിലാണ്. കൊടുമൺ പോലെ തന്നെ പന്തളം തെക്കേക്കരയിലും ആളുകൾ കൂടുന്നത് തന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഈ കൊടുമൺ എന്ന് പറയുന്ന വ്യക്തിയുമായി ബന്ധമുള്ളൊരു നാട് കൂടിയാണ്. അയ്യോ, കൊടുമണ്ണിൻ്റെ ബ്രാൻഡ് അംബാസഡറായിട്ടാണ് പലരും എന്നെ കരുതുന്നത്. കാരണം ഒരുപാട് നല്ല കാര്യങ്ങൾ 96 മുതൽ നടന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പ്രചരിപ്പിക്കും. നല്ല കാര്യം ആര് ചെയ്താലും അത് പ്രചാരം കൊടുക്കാതിന് അതിനെ സ്വാഭാവികമായിട്ടൊരു മറ്റുള്ളവരും കൂടി ഏറ്റെടുക്കുക, അങ്ങനെയാണ് നന്മ പടരുന്നത്. അതുകൊണ്ട് കൊടുമണ്ണിലെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പ്രചാരം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് കൊടുമണ്ണിന് പ്രത്യേക ബന്ധമുണ്ട്. ഇപ്പോൾ പന്തളം തെക്കേക്കരയായിട്ടുണ്ടോ ഇവിടുത്തെ ഹൈ പ്രിസിഷൻ ഫാമിംഗ് അന്നമ്മച്ചെടുത്തി കുടുംബശ്രീയുടെ ചില്ലി വില്ലേജ് ചെയ്തു. വിശ്വസിക്കില്ല, 25 ഏക്കറിൽ നിന്ന് വർഷം മിനിമം 1.5 ലക്ഷം രൂപ. അതുപോലത്തെ 5000 യൂണിറ്റുകൾ ഈ മണ്ഡലത്തിൽ ആരംഭിക്കുന്നതാണ് ഇലക്ഷൻ വാഗ്ദാനം. 200 കോടി രൂപ മുടക്കേണ്ടി വരും. അതുണ്ടാക്കാമെന്ന് നാബാർഡിൽ നിന്ന് എവിടെ നിന്നെങ്കിലും ഉണ്ടാക്കാമെന്ന്. കാരണം രാജ്യത്ത് എവിടെ നടക്കുന്നു ഇതുപോലെ പാവങ്ങളുടെ ഹൈ പ്രിസിഷൻ യൂണിറ്റ്? അപ്പോൾ ഇപ്പോൾ 100 എണ്ണം അടിയന്തരമായിട്ട് ആരംഭിച്ചിട്ട് കാണിക്കുക, ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക. അതിൻ്റെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. നാളെ മുഖ്യമന്ത്രി മണ്ഡലത്തിലേക്ക് എത്തുകയാണ്. അതെ, അത് ഒരു ജനകീയ ആവേശത്തിൻ്റെ ഒരു പുതിയ ഘട്ടത്തെ കുറിക്കും. ഇപ്പോൾ കാലത്ത് അടൂര് ഉച്ചതിരിഞ്ഞിട്ട് പിന്നെ പത്തനംതിട്ട, വൈകുന്നേരം കാഞ്ഞിരപ്പള്ളി, 3 ഒരു 10,000 പേര് പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത് മുഖ്യമന്ത്രിയുടെ യോഗം മറ്റെല്ലായിടത്തും പോലെ തന്നെ ഇവിടെ നമ്മുടെ ഇലക്ഷൻ പ്രവർത്തനങ്ങൾക്ക് വലിയ ഉത്തേജകമായിട്ട് മാറും. നമ്മടത്തോളം നിൽപ്പുണ്ട്. 25,000 വോട്ടിന്റെ ഭൂരിപക്ഷം അടൂരിൽ നിന്ന് പിടിക്കുമെന്നാണ് പറയുന്നത്. എങ്ങനെയാ 25,000 കണക്ക്? ഉറപ്പ്. കാരണം ഞാൻ 2016 മത്സരിക്കുമ്പോൾ എനിക്കന്ന് 25,630 വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടി. അതിന് മുമ്പ് UDF ആണ് ഭരിച്ചത്. ഒരു നയാ പൈസയുടെ വികസനം തന്നില്ല. പക്ഷേ ജനങ്ങളുമായിട്ടുള്ള അടുപ്പം കൊണ്ടാണ് അത്രയും വോട്ട് കിട്ടിയത്. എന്നാൽ 2016 മുതൽ 2021 വരെ തോമസ് ഐസക്ക് ധനകാര്യ മന്ത്രിയായിരുന്നു. ഈ അടൂരിന് വേണ്ടി ചോദിച്ചത് മൊത്തം അനുവദിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ 25,000 അല്ല, പക്ഷേ 25,000-ന് അപ്പുറം കിട്ടുമെന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. കാരണം അത്രമാത്രം ഇവിടെ വികസനം കൊണ്ടുവന്നു. ഈ അടൂരിലെ 7 പഞ്ചായത്തിലും 2 നഗരസഭയിലും കൂടി തോമസ് ഐസക്കിൻ്റെ കയ്യൊപ്പില്ലാത്തതായിട്ട് ഒന്നുമില്ല. കാര്യം ഇവിടെ എന്ത് നടന്നിട്ടുണ്ടോ അതെല്ലാം അദ്ദേഹം തന്നതാണ്. കോടതി സമുച്ചയം, അതുപോലെ തന്നെ ഹൈടെക് റോഡുകൾ, ഇരട്ടപ്പാലം, എക്സൈസ് കോംപ്ലക്സ്, സ്റ്റേഡിയം, ജനറൽ ആശുപത്രി, ശ്രീമൂലം മാർക്കറ്റ്, ഫയർ സ്റ്റേഷൻ, മണ്ണടി വേലുത്തിമ്മി ദളവ സ്മാരകം മ്യൂസിയം, അതുപോലെ തന്നെ നെടുങ്കുന്നമല ടൂറിസം, പുതിയാവുചിറ ടൂറിസം, ഇങ്ങനെ ഏതെടുത്ത് പരിശോധിച്ചാലും അതെല്ലാം പണം തന്ന ഏക വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ മുൻ ധനകാര്യ മന്ത്രിയും പത്തനംതിട്ടയിലെ പാർലമെൻറ്റ് സ്ഥാനാർത്ഥിയായിട്ടുള്ള തോമസ് ഐസക്കാണ്. അതുകൊണ്ട് ഒരുപക്ഷെ ഈ പത്തനംതിട്ട ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിക്കാൻ പോകുന്ന മണ്ഡലം അടൂരായി മാറും, യാതൊരു സംശയമില്ല. വലിയ ആത്മവിശ്വാസമാണ് ഡെപ്യൂട്ടി സ്പീക്കറായിരിക്കുന്ന ചിറ്റയം ഗോപകുമാർ പങ്കുവെക്കുന്നത്. ഏതായാലും ഞായറാഴ്ച ദിവസമാണെങ്കിലും കളർഫുൾ പ്രചാരണം തന്നെയാണ് പത്തനംതിട്ട അടൂരിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ അഖിലേഷ് കൊടുമയോടൊപ്പം സുജൂറ്റി ബാബു, കേരള ന്യൂസ്, പത്തനംതിട്ട.